കഥകൾ കേൾക്കാൻ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമല്ലേ? മോൾക്ക് ഇഷ്ടമാണോ? എനിക്കൊരു കഥ പറയട്ടെ. കുഞ്ഞിൻ്റെ പേരുള്ള ഒരു കഥ പറയട്ടെ. കഥയുടെ പേരാണ് ഭൂമി ദേവിയുടെ ആവലാതി. പറയട്ടെ. ഭൂമിയിൽ പാപികളായ മനുഷ്യർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദുഷ്ടരായ മനുഷ്യരുടെ ഭാരം താങ്ങാനാവാതെ ഭൂമി ദേവി വലഞ്ഞു. ഇതിനു പരിഹാരം കാണാനായി ദേവി പശുവിൻ്റെ രൂപമെടുത്ത് സുമേരു പർവ്വതത്തിൽ ഒന്നിച്ചു കൂടിയിരുന്ന ദേവന്മാരെ കാണാൻ ചെന്നു. ദേവന്മാരെയും ബ്രഹ്മാവിനെയും ഭൂമി ദേവി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, കാലനേമി പോലുള്ള ദൈത്യന്മാർ മനുഷ്യരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണു ഭഗവാൻ മുമ്പൊരിക്കൽ കൊന്ന കാലനേമി മുമ്പത്തേക്കാളേറെ ശക്തിയോടെ മധുരയിലെ ഉഗ്രസേന രാജാവിൻ്റെ മകനായി കംസൻ എന്ന പേരിൽ ജനിച്ചിരിക്കുന്നു. അരിഷ്ടൻ, ധേനുകൻ, കേശി, പ്രലംബൻ, നരകൻ, സുന്ദൻ, ബാണൻ എന്നിവരെ കൂടാതെ ശക്തന്മാരായ ദുഷ്ടരാക്ഷസന്മാർ പല പല രാജാക്കന്മാരുടെ മക്കളായി ജനിച്ചിട്ടുണ്ട്. അവർ എത്ര പേരുണ്ടെന്ന് പോലും എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നില്ല. അവരുടെ അനവധി സേനകളിലെ ഭടന്മാരാകട്ടെ ശക്തന്മാരും അഹങ്കാരികളുമാണ്. അവരുടെയെല്ലാം ഭാരം ചുമന്ന് ഞാൻ വലഞ്ഞിരിക്കുകയാണ്. ഇനിയും ഭാരം കൂടുകയാണെങ്കിൽ ഞാൻ പാതാളത്തിലേക്ക് താണുപോയെന്ന് വരാം. അതിനിടവരുത്താതെ നിങ്ങൾ എൻ്റെ ഭാരം ഒഴിവാക്കി തന്നെ എന്നെ രക്ഷിക്കണേ. ഭൂമി ദേവിയുടെ ആവലാതികൾ കേട്ട് ബ്രഹ്മാവ് അനുകമ്പയോടെ സംസാരിച്ചു. ദേവന്മാരെ, ധരണി ദേവി പറഞ്ഞതൊക്കെ സത്യമാണ്. ദേവിയുടെ കഷ്ടപ്പാടിന് അറുതി വരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമുക്ക് പാലാഴിക്കരയിലേക്ക് പോവാം. അവിടെ ശ്രീഹരിയെ പൂജിച്ച് വിവരങ്ങളെല്ലാം ഉണർത്തിക്കാം. വിശ്വരൂപനും സർവാത്മാവുമായ ഭഗവാൻ വേണ്ടതുപോലെ ചെയ്യാതിരിക്കുകയില്ല. ബ്രഹ്മാവും ദേവന്മാരും ഭൂമി ദേവിയും കൂടെ പാലാഴിയുടെ കരയിൽ ചെന്ന് നിന്ന് വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. സ്തുതി കേട്ട് പ്രസാദിച്ച വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു, ബ്രഹ്മൻ, ദേവന്മാരെയും ഭൂമി ദേവിയെയും കൂട്ടി അങ്ങ് എന്തു കാര്യം സാധിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? പറയൂ, ഞാനത് നിറവേറ്റിത്തരാം. ബ്രഹ്മാവ് ധരാദേവിയുടെ സങ്കടങ്ങൾ ഭഗവാനെ വിശദമായി ധരിപ്പിച്ചു. അപ്പോൾ വിഷ്ണുദേവൻ തൻ്റെ തലമുടിയിൽ നിന്ന് ഒരു കറുത്ത രോമവും ഒരു വെളുത്ത രോമവും പറിച്ചെടുത്തു. ആ രോമങ്ങൾ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. എൻ്റെ ഈ രോമങ്ങൾ രണ്ടും ഭൂമിയിൽ അവതരിച്ച് ഭൂമിയുടെ ഭാരമെല്ലാം തീർത്ത് ദുരിതം നീക്കിക്കളയും. ദേവന്മാരും ഭൂമിയിൽ പല പല രൂപങ്ങളിൽ അവതരിച്ച് കഴിവുപോലെ ദൈത്യന്മാരെ കൊന്നൊടുക്കണം. എൻ്റെ നോട്ടമേറ്റാൽ തന്നെ ദുഷ്ടന്മാരായ ദൈത്യന്മാരൊക്കെ തളരുകയും പിളരുകയും ചെയ്തുകൊള്ളും. യാദവകുലത്തിലെ വസുദേവൻ്റെ പത്നി ദേവകിയുടെ വയറ്റിലാണ് ഈ കറുത്ത രോമം അവതരിക്കുക. കാലനേമിയുടെ പുനർജന്മമായ കംസനെയും മറ്റു ദുഷ്ടന്മാരെയും വാസുദേവൻ കൊന്നുകളയും. മഹാവിഷ്ണു മറഞ്ഞുപോയ ശേഷം ദേവന്മാർ പാലാഴിക്കരയിൽ നിന്ന് പോയി. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അവർ ഭൂമിയിൽ പല പല രൂപങ്ങളെടുത്ത് ജനിച്ചു.